Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, Ramya. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, Sina. Yes. Good afternoon, Hasina. Yes. Monitoring and improving patient satisfaction factor. Fourth reason fourth reason. 5 reasons. Fourth reason. To improve patient experience. To improve patient experience. Most doctors spend a short span of time in which they want to complete various tasks from catching up with patients, understanding their concerns, and providing the required treatment. In such case, it would be difficult for doctors to address all the problems of the patients. Most doctors spend a short span of time. Then the patients ഒരു ഡോക്ടറെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുമോ? ഒരു പേഷ്യന്റിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പേഷ്യന്റ് ഒരു ഡോക്ടർ തന്നെയായിരിക്കും നമ്മളെ കൺസൾട്ട് ചെയ്യുന്നത്? അല്ല, അതും സാധിക്കില്ല അല്ലേ? എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറിനെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഫോളോ ചെയ്ത് കുറച്ച് നാളെ ഡോക്ടറെ കണ്ടു. പക്ഷെ ആ ഡോക്ടർ കുറച്ച് സമയം കഴിയുന്നതാണ് പിന്നീട് ഒരു ഫോളോ അപ്പിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് ആള് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എന്താണ് നമുക്ക് അവിടെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടറിന് എന്താണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഡോക്ടറിന് പിന്നെയും കാണാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഡോക്ടർ ട്രാൻസ്ഫർ ആയി പോയ സമയത്ത് നമുക്ക് എന്താണ് പിന്നീട് ആ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ? പിന്നെ ആ ഡോക്ടർ നോക്കുന്നത് പോലെ തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് മറ്റൊരു ഡോക്ടർ നോക്കുമ്പോൾ നമുക്ക് ആ ട്രീറ്റ്മെന്റ് ഒക്കെ സുഖമായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, പിന്നെ കാണാൻ പോകുന്ന ഡോക്ടർ ചിലപ്പോൾ നമുക്കൊരു മരുന്ന് നൽകി നമ്മളെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഫോളോ അപ്പിന് പോലും വരാൻ വേണ്ടി ഒന്നും പറയുന്നില്ല. പിന്നെ വരുന്ന ഡോക്ടർ ഓരോ ഡോക്ടേഴ്സിനും ഓരോരോ നേച്ചർ ആയിരിക്കും അല്ലെ? അവര് നോക്കുന്ന രീതി വ്യത്യാസം ഉണ്ടായിരിക്കാം. ചിലപ്പോ ചില ഡോക്ടേഴ്സ് ഒന്നും സംസാരിക്കില്ല അല്ലെ? എന്താ അസുഖം മാത്രം ചോദിച്ച് കാര്യങ്ങൾ എഴുതി നമുക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അങ്ങ് വിടും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പേഷ്യന്റിനെ നോക്കി എന്താണ് നമുക്ക് ആ ഡോക്ടറിനോട് ചിലപ്പോൾ സംസാരിച്ചാൽ തന്നെ നമ്മൾ ഓക്കെ ആവും അല്ലെ? ഒരു മരുന്നൊന്നും വേണമെന്നില്ല, ഡോക്ടറെ ജസ്റ്റ് കണ്ട് സംസാരിച്ച് തന്നെ ഓക്കെ ആവുന്ന പേഷ്യൻസ് ഉണ്ട്. നമ്മൾ പറയാറില്ല എനിക്ക് ഡോക്ടർ ഒന്ന് കണ്ടാൽ മതി, ഡോക്ടർ പറയുന്നത് കേട്ടാൽ മതി എന്നുള്ള ഒരു ആ ഒരു വിഷയത്തിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ തന്നെ നമ്മളൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലെ? ഡോക്ടർ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. നമ്മുടെ അസുഖം ശരിക്കും എന്താണെന്ന് പോലും നമ്മൾ ആ സമയത്ത് മറന്നുപോകും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? അത്തരത്തിലൊരു ഡോക്ടർ നല്ലൊരു സർവീസ് തരുമ്പോ നല്ല എക്സ്പീരിയൻസ് ആണ്, പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അല്ലാത്ത പക്ഷെ ഇപ്പൊ ഡോക്ടർ ആ സമയത്ത് ട്രാൻസ്ഫർ ആയി പോകുന്ന സമയത്താണ് പേഷ്യൻസിന് പിന്നീട് ആ ഒരു അതേ ട്രീറ്റ്മെന്റ് കിട്ടാതാവുന്നതാണ്. വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. മറ്റൊരു ഡോക്ടറിൽ നിന്ന് അതൊരു എക്സ്പീരിയൻസ് പോലെ തന്നെ അത്ര നല്ല ട്രീറ്റ്മെന്റ് കിട്ടണമെന്നില്ല. ഓക്കെ, if we do not get answer for specific queries like did we provide the desired care, did we give the right advice, it would be difficult for hospital to improve the patient experience. അപ്പോൾ നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്ന സമയത്ത് നമ്മൾ പേഷ്യൻസിനോട് ചോദിക്കും അല്ലെ?
കുറച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ അവർ പറയും. പ്രത്യേകിച്ച് എന്തൊക്കെയാണ്? അവർ ആഗ്രഹിക്കുന്ന ഒരു കെയർ ആണോ ലഭിക്കുന്നത്, അങ്ങനെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ അവർ എന്ത് പറയും? നമുക്ക് നല്ലൊരു കെയർ അല്ല ലഭിക്കുന്നതെന്നായിരിക്കും ആ സർവേയിൽ രേഖപ്പെടുത്തുന്നത്. ഇനി ഡിഡ് വി ഗീവ് ദ റൈറ്റ് അഡ്വൈസ്, ഡോക്ടറിൽ നിന്ന് റൈറ്റ് ആയിട്ട് അഡ്വൈസ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? നല്ലതാണെങ്കിൽ ഒരാളെന്ന് പറയും, അല്ലെന്നാണെങ്കിൽ അല്ല എന്നുള്ള രീതിയിൽ അവർ ആൻസർ പറയും. ഇതൊക്കെ ആ സർവേയിൽ രേഖപ്പെടുത്തും. It would be difficult for hospital to improve the patient experience. അപ്പൊ ഇത്തരം ചോദ്യങ്ങളിൽ, ഇപ്പൊ സർവേയിൽ ഉൾപ്പെടുന്ന ഇത്തരം ചോദ്യങ്ങളിൽ പേഷ്യൻസ് നോ എന്നാണ് ഒരു ഉത്തരം നൽകുന്നതിൽ എന്താണ്? അവിടെ പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസ് അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെ? നല്ല ബെറ്റർ കെയർ അവർക്ക് അവിടെ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള പരിചരണം ലഭിച്ചോ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ സർവീസിലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്നത്. അപ്പൊ അതിൽ അവർ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? നല്ലൊരു പേഷ്യന്റ് എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നില്ല, അപ്പൊ ഇംപ്രൂവ് ചെയ്യേണ്ടതാണെന്നുള്ളത് നമുക്ക് ആ സർവേയുടെ അവസാനം മനസ്സിലാവും. ഓക്കെ, ഇനി one of the best way to improve is by engaging with the patients and addressing their problems correctly after every interaction. അപ്പൊ നമ്മൾ എന്താണ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? Is by engaging with the patients and addressing their problems correctly after every interaction. അതായത് പേഷ്യൻസിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുമ്പോൾ എന്താണ്? പേഷ്യൻസിനോട് കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് നമ്മൾക്ക് അവരോട് പെരുമാറാൻ സാധിക്കണം. അതായത് അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് ബിഹേവ് ചെയ്യുന്ന എന്താണ്? അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആകും. അതാണ് അവിടെ മനസ്സിലാക്കുന്നത്, അല്ലെ? അപ്പൊ one of the best way to improve patient satisfaction എന്താണ് വേണ്ടത്? പേഷ്യൻസിന് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ ഡോക്ടേഴ്സിനും സാധിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അവര് സാറ്റിസ്ഫൈഡ് ആവുന്നു. ഓക്കെ, മനസ്സിലായോ? ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ് എന്താണെന്ന് ഇനിയും എക്സ്പ്ലനേഷൻസ് വേണോ? യെസ്, വേണ്ട. എന്താണ് പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ്? ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്. പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ് എന്ന് പറയുന്നത് നമ്മള് പേഷ്യന്റ് എക്സ്പീരിയൻസ് വരുന്നത് എങ്ങനെയാണ്? നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ മാത്രമാണ് പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസും സർവീസസും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഈ പിരമിഡ് രണ്ട് ഭാഗങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈ പിരമിഡ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. പേഷ്യന്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പേഷ്യന്റ് സർവീസ് എന്നാക്കാം കേട്ടോ, അല്ലെങ്കിൽ ഓർ സർവീസ് എന്നാക്കാം. പേഷ്യന്റ് എക്സ്പീരിയൻസ് ഓർ പേഷ്യന്റ് സർവീസ് എങ്ങനെ വേണമെങ്കിലും ഉണ്ട്. സർവീസ് എന്നായിട്ട് ടെക്സ്റ്റ്, നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ രണ്ടുമായിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എങ്ങനെയാ കിടക്കുന്നത്? എക്സ്പീരിയൻസ് തന്നെയാണോ? രണ്ട് രീതിയിലും നമുക്കത് പറയാം കേട്ടോ. സർവീസ് എന്നും പറയാം, എക്സ്പീരിയൻസ് എന്നും പറയാം. പിന്നെ നെക്സ്റ്റ് patient journey, then patient centric services and patient experiences. Okay, നമുക്ക് നോക്കാം patient experience or patient services. പേഷ്യൻസിന് നമ്മൾ നല്ല സർവീസസ് കൊടുക്കുമ്പോൾ മാത്രമാണ് അവർ സാറ്റിസ്ഫൈഡ് ആവുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലേ? അവർക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുക, ബെറ്റർ നല്ല രീതിയിൽ അവരെ കൈകാര്യം ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ആവശ്യകതകൾ ചോദിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട എന്താണോ അവരുടെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരെ കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ പെരുമാറുന്ന സമയത്ത് എന്താണ്? അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ നല്ല സർവീസസ് ആണ് ഒരു ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നല്ല സർവീസസ് ഓരോ പേഷ്യൻസിന് ലഭിക്കുന്നു. ഇനി പേഷ്യന്റ് ജേർണി എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് ജേർണി ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലില് എൻട്രി ചെയ്യുന്നത് മുതൽ എക്സിറ്റ് ആവുന്നത് വരെയുള്ള ഒരു പീരീഡ്, അല്ലെ? ഒരു പേഷ്യന്റ് അഡ്മിഷൻ എടുത്തു, അവിടെ നിന്ന് സ്റ്റാർട്ട് ആവുന്നത് വരെയുള്ള അല്ലെങ്കിൽ എൻട്രി മുതൽ എക്സിറ്റ് വരെയുള്ള ഒരു ടൈം പീരീഡ്. അതാണ് പേഷ്യന്റ് ജേർണി എന്ന് പറയുന്നത്. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്ത് തിരിച്ചു വരുന്നത് വരെയുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നടക്കുന്നത് വരെയാണ് നമ്മളുടെ എന്ത് ആ പേഷ്യന്റിന്റെ ജേർണി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. നോക്കാം പേഷ്യന്റ് ജേർണിയും പേഷ്യന്റ് എക്സ്പീരിയൻസും. ഹൗ ദ പ്രാക്ടീസ് എൻഗേജസ് വിത്ത് പേഷ്യൻസ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്?
ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയേ. പേഷ്യന്റ് ജേർണി, പേഷ്യന്റ് എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസും നല്ലൊരു ജേർണിയും ആവുമ്പോൾ പേഷ്യൻസ് എങ്ങനെയായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്, എങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്? ഹോസ്പിറ്റലില് അതായത് ഗുഡ് എക്സ്പീരിയൻസ് ആണ് അവർക്ക് കിട്ടുന്നത് അല്ലെ. നല്ല ജേർണി, നല്ല സർവീസസും പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. അതായത് പേഷ്യൻസുമായിട്ട് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുമ്പോൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്താണ് പേഷ്യന്റ് ഫുള്ളി ഹാപ്പി ആകുന്നു അല്ലെ, അവരെ സംതൃപ്തരായിട്ട് മാറുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? പേഷ്യന്റ് സെൻട്രിക് സർവീസും പേഷ്യന്റ് എക്സ്പീരിയൻസും. അടുത്തത് സെയിം അതേപോലെ തന്നെ അല്ലെ. പേഷ്യന്റ് സെൻട്രിക് സർവീസ്. പേഷ്യന്റ് സെൻട്രിക് സർവീസ് നമ്മൾ പഠിച്ചു. എന്താണ് പേഷ്യന്റ് സെൻട്രിക് സർവീസ് എന്ന് പറയുന്നത്? രോഗി കേന്ദ്രീകൃത സേവനം അല്ലെ. രോഗി കേന്ദ്രീകൃത സേവനം കൊടുക്കുന്നത് വഴി എന്ത് സംഭവിക്കുന്നു? പേഷ്യന്റിന് നല്ല എക്സ്പീരിയൻസ് ലഭിക്കുന്നു, നല്ലൊരു അനുഭവം ഉണ്ടാകുന്നു അല്ലെ. പേഷ്യന്റ് സെൻട്രിക് എന്ന് പറയുമ്പോൾ പേഷ്യൻസ് ആണ് അവിടെ, പേഷ്യന്റ് ആണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ആവശ്യകതകൾ നിറവേറ്റുക എന്നുള്ളതാണ് എന്താ പേഷ്യന്റ് സെൻട്രിക് സർവീസിൽ നമ്മൾ ഒരു ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആവശ്യകതകൾ നിറവേറ്റി കഴിയുമ്പോൾ എന്താണ് പേഷ്യൻസ് നല്ലൊരു എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞവരെ സാറ്റിസ്ഫൈഡ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് തരം വാല്യൂ ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്? വാട്ട് വാല്യൂ ദ പ്രാക്ടീസ് ഡെലിവേഴ്സ് ടു ഇറ്റ്സ് പേഷ്യൻസ്. അപ്പോ പേഷ്യന്റ് സെൻട്രിക് സർവീസ് കൊടുക്കുന്നത് വഴി, നല്ല എക്സ്പീരിയൻസ് കൊടുക്കുന്നത് വഴി നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന് നല്ലൊരു വാല്യൂ ഉള്ള ഒരു സർവീസ് ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പേഷ്യൻസിന് എന്താണ് നല്ലൊരു സർവീസസ് വാല്യൂ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പേഷ്യൻസിന് തരുന്ന സേവനങ്ങളിൽ ഒരു മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് അല്ലെ. അതായത് അവര് കേന്ദ്രീകൃതമായിട്ട് അവരെയാണ് ഏറ്റവും ഹെഡ് പോയിന്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത്, അവരെയാണ് സെൻട്രൽ പോയിന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ആരെയാണ്? പേഷ്യൻസ് ആണ്. അപ്പൊ അവർക്ക് മനസ്സിലാക്കും തന്റെ ഹോസ്പിറ്റലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കാണുന്നത് തന്റെ ഹോസ്പിറ്റൽ സ്റ്റാഫുകളും മറ്റു സർവീസസും ആണ് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നെന്ന് നമുക്ക് തോന്നും. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ സിസ്റ്റത്തിന് അവരൊരു വാല്യൂ കൊടുക്കുകയാണ് അല്ലെ, അതിനൊരു മൂല്യം ഉണ്ടെന്ന് പേഷ്യൻസ് തിരിച്ചറിയാം. ഓക്കെ, നമ്മളിവിടെ മനസ്സിലാക്കിയത് എന്താണ്? പേഷ്യന്റ് എക്സ്പീരിയൻസും പേഷ്യന്റ് ജേർണിയും തമ്മിൽ എന്താണ്? നല്ലൊരു പേഷ്യന്റ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ പേഷ്യന്റ് സർവീസ് കൊടുക്കുമ്പോൾ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആകുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോഴും പേഷ്യൻസിന് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നു, അവർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു. ഇവിടെയും എങ്ങനെയാണ്? പേഷ്യന്റ് സെൻട്രിക് സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. ഹോസ്പിറ്റൽ പ്രാക്ടീസിന് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സേവനങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ടെന്ന് അവര് തിരിച്ചറിയുന്നു. അതാണ് പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം എന്തിനെയാണ് ആകെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് പറയുമ്പോൾ, കൺക്ലൂഡ് ആയിട്ട് പറയുമ്പോൾ ഇതിന് എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്? നല്ല എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകുന്നു. ഇത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല അതില്. മനസ്സിലായോ? ഓക്കെ, പിരമിഡ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. പിരമിഡിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പൊ പിരമിഡ് അങ്ങനെ തന്നെ തന്നിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് എന്താണ് ടാസ്ക് തരും, അപ്പൊ നമ്മളത് ഫിൽ ചെയ്യാനായിരിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് വാട്ട് ഹോസ്പിറ്റൽ ക്യാൻ ഡു ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഈ പേഷ്യന്റ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? Establish a centralized hospital information system. Establish a centralized hospital information system to streamline hospital process, patient registration, appointment scheduling, generating bills, publishing lab test reports, setting up reminders, etc. എന്താണ് പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ഇംപ്രൂവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ആദ്യം പറയുന്നത് എന്താണ്? ഒരു സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ടാണ് സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറയുന്നത്. അതായത് പേഷ്യൻസിന്റെ സർവീസുകൾ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഒരു ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം
നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകണം കേട്ടോ. എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത്. അപ്പൊ അതിൽ എന്തുണ്ടാവും, പേഷ്യൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമായിട്ട് നമുക്ക് അതിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിലെ പ്രോസസ്സുകൾ എളുപ്പമാക്കാൻ പറ്റും. ഏതൊക്കെയാണ്? പേഷ്യന്റ് രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളുകള്, ജനറേറ്റിംഗ് ബിൽസുകള്, ലാബ് ടെസ്റ്റ് റിപ്പോർട്ട്സുകൾ, ഇതെല്ലാം തന്നെ എന്താണ് നമുക്ക് ഒരൊറ്റ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ കീഴിൽ, ഒരൊറ്റ സോഫ്റ്റ്വെയറിനുള്ളിൽ തന്നെ എന്താണ് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനും സാധിക്കും. ഇപ്പൊ പേഷ്യൻസിന് ഒരുപാട് സമയലാഭം ഉണ്ടാവും. അവർക്ക് അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും റിപ്പോർട്ട്സുകൾ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്ത് കണ്ടുപിടിക്കാനും പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും എന്തിലുണ്ടായിരിക്കും, ആ ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് ഉണ്ടായിരിക്കും. അപ്പൊ അത് ഒരു ഹോസ്പിറ്റലിൽ ഒരു സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സ്ഥാപിക്കുക. അതുവഴി പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? Next, focus on each patient and improve patient and provide personalized patient care. Focus on each patient and provide personalized patient care. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഓരോ വ്യക്തികൾക്കും എന്താണ് വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഒരു കെയർ കൊടുക്കുക. ഓരോ പേഴ്സണേഴ്സിന് നമ്മള് വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസും നമ്മൾ എന്താണ് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക എന്നൊക്കെ പറയില്ലേ. വ്യക്തി കേന്ദ്രീകൃതമായിട്ട് അവർക്കൊരു അവരുടെ പ്രോബ്ലംസിനെ കൺസേൺ ചെയ്യുന്ന രീതിയിൽ അവരോട് കെയർ കൊടുക്കുക. ഓക്കെ, അതുവഴിയും പേഷ്യന്റ് എക്സ്പീരിയൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, then read out to patients and communicate with them on different channels. Read out to patients and communicate with them on different channels എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ വിവിധ ഡയറക്ഷൻസിൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. അതായത് പേഷ്യൻസിനോട് നമുക്ക് ഡിഫറെന്റ് പ്രോപ്പർ ചാനൽസ് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എന്താണ് പല രീതിയിൽ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് ചോദിച്ചറിയാനും എന്താണ് അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്, എന്താണ് അവരുടെ ആവശ്യകത, ഓക്കെ, അതൊന്നും നമുക്ക് അവരോട് ആശയവിനിമയം നടത്തുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ പല രീതിയിൽ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ മെയിലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. മെയിലായിരിക്കും അവരുടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. ഇന്ന ഡിസീസസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞ് മെയിൽ അയക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഫോണിൽ വിളിക്കും അല്ലെ. ഓൺ കോളിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ് കുറച്ചുകൂടി എളുപ്പമാവല്ലേ. ഇപ്പൊ വീട്ടിൽ നിന്ന് അവർക്ക് വിളിച്ച് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മെയിൽ ചെയ്താൽ മതി. അപ്പൊ അതിനനുസരിച്ച് ഹോസ്പിറ്റൽ അതിനുള്ള സൗകര്യങ്ങളായിരിക്കും ഒരുക്കി കൊടുക്കും. ഓക്കെ, ഇൻ കേസ് വന്ന് ഹോസ്പിറ്റൽ വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചാനല് എന്താണ് ഉണ്ടാക്കിയെടുക്കാം. യെസ്, അതുവഴി നമുക്ക് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാം. പിന്നെന്താ? conduct patient survey to collect valuable feedback. Conduct patient survey to collect valuable feedback. നമുക്ക് patient സർവീസുകൾ കണ്ടക്ട് ചെയ്യുക. അതുവഴി നമുക്ക് എന്ത് കളക്ട് ചെയ്യാൻ പറ്റും? അവരുടെ മൂല്യവത്തായിട്ടുള്ള ഫീഡ്ബാക്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ, then try to understand how patients perceive the quality care of care given. Try to understand how patients perceive the quality of care given. എന്താണ് പറയുന്നത്? ഓരോ പേഷ്യൻസും എന്താണ് അല്ലെ, ഓരോ പേഷ്യൻസും എന്ത് സർവീസസ് ആണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവണം. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഓരോ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ എല്ലാ സ്റ്റാഫുകൾക്കും ഉണ്ടായിരിക്കണം. ഓക്കെ, പേഷ്യൻസ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കെയർ ഉണ്ടല്ലോ, അത് കൊടുക്കാൻ കഴിയണം. അത് അങ്ങനെ അത്ര രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അവരത് എന്തെന്നുള്ളത് നമുക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഓരോ സ്റ്റാഫുകൾക്കും സാധിക്കണം. അത് സാധിക്കുമ്പോഴേ എന്താണ് നമുക്ക് നല്ല കെയറിംഗ് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, യെസ്, then discusses with the stakeholders and implement quality measures. Discusses with the stakeholders and implement quality measures. Discusses with the stakeholders. അങ്ങനെ stakeholders എന്ന് പറയുന്നത് അതായത് ഹോസ്പിറ്റൽ മാനേജേഴ്സ്, ഡയറക്ടേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ, ഇവരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇംപ്ലിമെന്റ്, അതായത് പേഷ്യന്റ് എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ അതിൽ ചേർക്കാൻ പറ്റുമെന്ന് ആരൊക്കെയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പുതിയ ക്വാളിറ്റി മെഷേഴ്സ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടുള്ള? പേഷ്യൻസ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള പുതിയ ക്വാളിറ്റി മെഷേഴ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആരൊക്കെയാണ്? ഹോസ്പിറ്റൽ മാനേജർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ, ഡയറക്ടർ, ഇവരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? പേഷ്യന്റ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുവഴി നമുക്ക് പേഷ്യൻസിന്റെ എല്ലാ പ്രോസസ്സും വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ്? പേഷ്യന്റ് രജിസ്ട്രേഷൻ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂള്, generating bills, publishing lab test reports and setting up remains, etc. Okay. പിന്നെ focus on each patient and provide personalized patient care. ഓരോ പേഴ്സൺസിനും ഓരോ പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ഒരു വ്യക്തിഗത പരിചരണം കൊടുക്കുക, അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക. പിന്നെ read out patient and communicate with them on different channels. അവരോട് പല രീതിയിൽ നമ്മൾക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കണം. ഇമെയിൽ വഴി, ഫോൺ വഴി, മെസ്സേജ് വഴി, ടെക്സ്റ്റസ് വഴിയൊക്കെ നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് പേഷ്യൻസിന് ആവശ്യകതകൾ എന്നുള്ളത് നമുക്ക് പല കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് അവരോട് സംസാരിക്കാവുന്നതാണ്. പിന്നെന്താണ്? പേഷ്യന്റ് സർവേ ടു കളക്ട് വാല്യുബിൾ ഫീഡ്ബാക്ക്. പേഷ്യന്റ് സർവേസുകൾ കണ്ടെത്തുന്നത് വഴി നമുക്ക് വാല്യുബിൾ ഫീഡ്ബാക്കുകൾ കിട്ടുന്നതായിരിക്കും. അതുവഴി നമുക്ക് എന്താണ്? ഇംപ്രൂവ് ചെയ്യാം, പേഷ്യന്റ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാം. പിന്നെ try to understand how patient perceive the quality of care given. എന്താണ്? പേഷ്യൻസ് ഏത് രീതിയിലുള്ള ഒരു കെയർ ആണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് സ്റ്റാഫുകൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റി മെഷേഴ്സുകൾ ആഡ് ചെയ്യണമെങ്കിൽ, ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജേഴ്സും ഡയറക്ടർ അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് പേഷ്യന്റ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്തതിനുള്ള ക്വാളിറ്റി മെഷേഴ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, അതുവഴി നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസ് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, മനസ്സിലായോ പിള്ളേരെ? ക്ലിയർ ആണോ അത്? Then last reason, last reason ആണ് to improve patient retention. To improve patient retention. എന്താണ് പേഷ്യന്റ് റെന്റേഷൻ എന്ന് പറയുന്നത്? റെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിനെ നിലനിർത്തുക. ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന രോഗികളെ എന്താണുള്ളത്? നിലനിർത്തി പോണം അല്ലെ? ഇവരെ തിരിച്ചു വരെയല്ല വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ നല്ല എക്സ്പീരിയൻസ് കൊടുത്താൽ മാത്രമേ പേഷ്യൻസ് അവിടെ നിന്ന് പോവാതിരിക്കുള്ളൂ അല്ലെ? അവിടുത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വീണ്ടും വരികയുള്ളൂ. അപ്പൊ അവരെ നിലനിർത്താനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്? ഓക്കെ, small cost effective to withhold all the patients and to get new patients. അപ്പൊ നമ്മള് ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് അല്ലെ? ഓൾഡ് പേഷ്യൻസിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ന്യൂ പേഷ്യൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് സാധിക്കുന്നത്? പഴയ പേഷ്യൻസ് മൂലം പുതിയ പേഷ്യൻസുകൾ എങ്ങനെ വരുന്നു? റെക്കമെൻഡേഷൻസ് വഴി അല്ലേ? അല്ലെങ്കിൽ പേഷ്യൻസ് പറയുന്ന റിലേറ്റീവ്സിനോട്, കസിൻസിനോട്, ഫ്രണ്ട്സിനോടൊക്കെ എന്താണ്? നല്ല ഹോസ്പിറ്റലാണ്, നല്ല ട്രീറ്റ്മെന്റ് ആണ്, നിങ്ങളവിടെ വരണം എന്ന റെക്കമെൻഡേഷൻസ് ചെയ്യും അല്ലെ? അങ്ങനെ വരുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഓൾഡ് പേഷ്യൻസ് അവിടെ ആവശ്യകതയുണ്ട് അല്ലെ? ഓൾഡ് പേഷ്യൻസിനെ നിലനിർത്താന്നുള്ളത് ഹോസ്പിറ്റലിന്റെ ഒരു ആവശ്യകത തന്നെയാണ്. ഓക്കെ, അതായത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. ഇംപ്രൂവ് പേഷ്യന്റ് റിലേഷൻ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് പേഷ്യൻസിനെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കണം. അതായത് ഓൾഡ് പേഷ്യൻസിന് നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുത്താൽ മാത്രമേ അവരിൽ നിന്ന് ന്യൂ പേഷ്യൻസിന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. റിട്ടേണിംഗ് പേഷ്യൻസ് വിൽ റിസൾട്ട് ഇൻ ഗ്രേറ്റർ ROI.
return on investment, and happy patients can be hospital best advocates. നിങ്ങളുടെ അഡ്വക്കേറ്റ്സ് തന്നെയാണോ കിടക്കുന്നത്? അംബാസിഡർ എന്നാണോ അഡ്വക്കേറ്റേഴ്സ് എന്നാണോ കിടക്കുന്നത്? ഹോസ്പിറ്റൽ ബെസ്റ്റ് അംബാസിഡേഴ്സ് എന്നാണോ അഡ്വക്കേറ്റ്സ് എന്നാണോ കിടക്കുന്നത്? അഡ്വക്കേറ്റ്സ് എന്നാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? റിട്ടേണിംഗ് പേഷ്യൻസ് വിൽ റിസൾട്ട് ഇൻ ഗ്രേറ്റർ ROI. ROI എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ. അതായത് ഇത്തരത്തിൽ നമ്മൾ പേഷ്യൻസിനെ തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഒരുപാട് റിട്ടേൺ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രോഫിറ്റ് കൂടാനും ഒരു ഹോസ്പിറ്റലിൽ സാധ്യമാണ്. വലിയ പേഷ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ എന്താണ്, ഹോസ്പിറ്റൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നു. അവര് വഴിയും എന്താണ്, പുതിയ പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയും ചെയ്യും. Then happy patients can be hospital based advocates. അതായത് ഇവിടെ ഹാപ്പി പേഷ്യൻസ് അഡ്വക്കേറ്റ്സ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഈ ഹാപ്പി അതിന് ചികിത്സ നേടിയ ആദ്യത്തെ പേഷ്യൻസ്, ഓൾഡ് പേഷ്യൻസ് ആണ് ഈ ഹാപ്പി പേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവര് അഡ്വക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫേസ് പോലെ പറയുന്നത് കേട്ടോ. ബെസ്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇത് നല്ല ഹോസ്പിറ്റലാണ്, അഭിഭാഷകരെ പോലെ പറയാണ് അവര്, നല്ല ഹോസ്പിറ്റലുകളാണ്. അഭിഭാഷകരുടെ പ്രത്യേകത എന്താ പറയാ? അഡ്വക്കേറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഒരു പ്രത്യേകത എന്താ പറയുക? അഡ്വക്കേറ്റ്സിന്റെ ഒരു പ്രത്യേകത എന്താണ് അറിയാമോ? എന്താണ് പ്രത്യേകത? ഇവിടെ വക്കീലന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തായിരിക്കാം? വാദിച്ച് ജയിക്കുക അല്ലെ? വാദിച്ച് ജയിക്കാനത്, പറഞ്ഞു ജയിക്കാനത്, അവർക്ക് പറയിപ്പിക്കാൻ അറിയാൻ, പറഞ്ഞൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ അവർക്ക് അറിയാൻ പറ്റും അല്ലെ? യെസ്, അതുപോലെ തന്നെയാണ്. അപ്പൊ ഹാപ്പി പേഷ്യൻസിന് മറ്റ് അവരുടെ റിലേറ്റീവ്സിനോടൊക്കെ എന്താണ് വാക്ചാതുര്യം എന്നൊക്കെ നമ്മൾ പറയാം അല്ലെ? പറഞ്ഞ് ജയിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അവർ പറയുന്നതിനനുസരിച്ച് മറ്റുള്ളവർക്ക് എന്താണ് വന്ന് ആ ഹോസ്പിറ്റലിൽ ചികിത്സ നേടാനായിട്ടൊരു തോന്നല്, ക്യൂരിയോസിറ്റി ലഭിക്കുകയാണ് അവിടെ. അതുകൊണ്ടാണ് അവിടെ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ് എന്ന് ഹാപ്പി പേഷ്യൻസ് എന്ന് പറയുന്നത്. അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയില്ല, എന്റെ ഫ്രണ്ട്സിനും കസിൻസിനും ട്രീറ്റ്മെന്റ് കിട്ടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് എത്താൻ വേണ്ടി നീ വരണം, നല്ല ഡോക്ടറാണ്, എന്തായാലും കണ്ടുപിടിച്ചിട്ടുണ്ട്, എനിക്ക് എല്ലാം ഓക്കെയാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കണ്ടാൽ മതി, ഓക്കെ ആണ്, പ്രശ്നം തീർന്നു എന്ന് പറയും അല്ലെ? നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും, പോയി നോക്കാമെന്ന് നമ്മള് ആ ഒരു ചിന്താഗതി നമ്മൾ എത്തുകയും ചെയ്ത് നമ്മൾ പോവുകയും ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കും. നീ പറഞ്ഞാൽ ശരിയാണ്, നല്ല ഡോക്ടറാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല സേവനങ്ങളാണ് ഹോസ്പിറ്റലിൽ തരുന്നതെന്ന് പറയും. ഓക്കെ, നമ്മൾ അങ്ങനെ പലരും അഭിപ്രായങ്ങൾ കേട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും പോവാറുണ്ട്. ഹോസ്പിറ്റൽ അല്ലാതെ തന്നെ മറ്റു സ്ഥലങ്ങളിലും നമ്മൾ പോവാറുണ്ട് അല്ലെ? ഓക്കെ, yes, whatever. They will keep coming back to service and even suggest a hospital to their friends and family. Apart from providing quality care, employ some of the best patient procurement strategies to make the patient feel worth. എന്താ പറയുന്നത്? അപ്പൊ അവര് ഓൾഡ് പേഷ്യൻസ് ഫാമിലി മെമ്പേഴ്സിലേക്ക് പറഞ്ഞിട്ട് അവരെ മാക്സിമം അതിനകത്തേക്ക് വരാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് നല്ലൊരു ക്വാളിറ്റി കെയർ അവർക്ക് ലഭിച്ചത് കൊണ്ട് തന്നെയാണ് അവരെന്ത് പറയുന്നത്? നിങ്ങളോടുമാണ് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു ഗുണമേന്മയുള്ള പരിചരണം നൽകുമ്പോൾ മാത്രമാണ്, ഗുണമേന്മയുള്ള പരിചരണം നൽകുന്നതിന് പുറമെ രോഗിക്ക് മറ്റ് മൂല്യമുള്ള, അതായത് ഹോസ്പിറ്റൽ എന്തെങ്കിലും തരത്തിലുള്ള വാല്യൂ ഉണ്ടെന്ന് തോന്നലും കൂടി പേഷ്യൻസിന് ഉണ്ടായിരിക്കണം അല്ലെ? അതായത് നല്ലൊരു കെയർ മാത്രമല്ല അവിടെ കൊടുക്കുന്നത്, എന്താണ്, രോഗികളെ പിടിച്ചു നിർത്താനായിട്ട് രോഗികൾക്ക് വേണ്ടിയിട്ട് പല സ്ട്രാറ്റജീസ്, പേഷ്യൻസിന് വേണ്ടി പല സ്ട്രാറ്റജീസും ആ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. എങ്കിൽ മാത്രമേ, വേറെ ഒന്നുമല്ല, പേഷ്യൻസ് ആണ് അവിടുത്തെ മെയിൻ അറ്റൻഷൻ എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ പേഷ്യൻസും ആ ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സ നേടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ കെയർ കൊടുക്കുക മാത്രമല്ല, അവരുടെ ആവശ്യങ്ങൾ കൺസേൺ ചെയ്യുന്നത്, അവരുടെ പ്രോബ്ലംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ അവിടെ തന്നെ വരും അല്ലെ? ആ ഹോസ്പിറ്റൽ തന്നെ ചൂസ് ചെയ്യുള്ളൂ. ഇത്രേ ഉള്ളത് കേട്ടോ. അപ്പൊ ഇംപ്രൂവ് പേഷ്യന്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ പഴയ പേഷ്യൻസിനെ നിലനിർത്തി കൊണ്ടുവരുന്ന പുതിയ പേഷ്യൻസിനെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്ന, അതോടൊപ്പം തന്നെ എന്താണ്, അവർക്ക് നല്ല ബെറ്റർ കെയർ, ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനും പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള പുത്തൻ സ്ട്രാറ്റജീസ് ഒക്കെ കൊണ്ടുവരാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പൊ പേഷ്യൻസ്, ഓൾഡ് പേഷ്യൻസ് എന്താണ് അവിടെ നിലനിർത്തുക, അവർക്ക് അവിടെ പിന്നെയും തുടരാനായിട്ട് സാധിക്കും. ഓക്കെ,
ഇതും കൂടി പറയുമ്പോൾ മനസ്സിലാവും. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ വരെ? ഇംപ്രൂവ് പേഷ്യന്റ് റെന്റേഷൻ എന്താണ്? റെന്റേഷൻ മീൻസ് നിലനിർത്തൽ എന്നാണ് കേട്ടോ, നിലനിർത്തൽ. ഇനി പേഷ്യൻസിനെ നിലനിർത്താനായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്? ഇംപ്ലിമെന്റിംഗ് പേഷ്യന്റ് റെന്റേഷൻ സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യൻസിനെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം നോക്കാം. Retain existing patient. Retain existing patients. നിലവിലുള്ള പേഷ്യൻസിനെ പുനഃസ്ഥാപിക്കുക അല്ലെ? നിലവിലുള്ള പേഷ്യൻസിനെ, അവരുടെ പേഷ്യൻസിനെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുക. Bring back lost patients. പിന്നെന്താണ്? നഷ്ടപ്പെട്ട രോഗികളെ നമ്മൾ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ലോസ്റ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവാം. അത്തരത്തിലുള്ള പേഷ്യൻസിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വഴി നമുക്ക് എന്താണ് പഴയ പേഷ്യൻസിനെ അവിടെ നിലനിർത്താനായിട്ട് സാധിക്കുന്നു. എന്താണ്? നിലവിലുള്ള പേഷ്യൻസിനെ നിലനിർത്തുക, ഉള്ള പേഷ്യൻസിനെ അവിടെ നല്ല രീതിയിൽ നിലനിർത്തുകയും ചെയ്യുക. ഇനി പോയ പേഷ്യൻസ് ഉണ്ടാവും അല്ലെ, തിരികെ പോയ പേഷ്യൻസ് ഉണ്ടാവും, ലോസ്റ്റ് പേഷ്യൻസ് ഉണ്ടാവും, അവരെ തിരികെ കൊണ്ടുവരിക. പിന്നെന്താ? കണ്ടക്ട് പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവേസ്. പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവേസുകൾ കണ്ടക്ട് ചെയ്യുക. ആസ്ക് പേഷ്യൻസ് വൈ ദേ ലെഫ്റ്റ്. അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട് പോയതെന്ന് അവരോട് ആ സർവേയിൽ നമുക്ക് ചോദിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് റീസൺ എന്താണെന്ന് അറിയാൻ പറ്റും, അതിനുള്ള പരിഹാരവും ചെയ്യാനായിട്ട് സാധിക്കും ആ സർവേ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ. ഓക്കെ, പിന്നെന്താണ്? ബിൽഡ് എ സോഷ്യൽ കമ്മ്യൂണിറ്റി. ഒരു സാമൂഹ്യ കൂട്ടായ്മ ബിൽഡപ്പ് ചെയ്യുക അല്ലെ? ഹോസ്പിറ്റലിനകത്ത് തന്നെ ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്നൊക്കെ പറയില്ലേ, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട്. അപ്പൊ അവിടെയുള്ള ഹോസ്പിറ്റൽ സേവനങ്ങൾ നൽകുന്നവരും അല്ലാത്ത പേഷ്യൻസ് ഉൾപ്പെടെ എന്താണ് ഒരു കമ്മ്യൂണിറ്റി അവര് സ്വമേധയ ഉണ്ടാക്കിയെടുക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അവര് ആ ഹോസ്പിറ്റൽ പിന്നീട് വരാൻ വേണ്ടി തന്നെയാണ് അത് നിലനിർത്തി പോകുന്നത് അല്ലെ? അത് മറന്നു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഫോളോ അപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റിക്ക് ബിൽഡപ്പ് ചെയ്യുന്നത്. ഇൻസെന്റീവ് ദെയർ റിട്ടേൺ. ഇൻസെന്റീവ് ദെയർ റിട്ടേൺ എന്താണ്? പേഷ്യൻസ് തിരികെ വരുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അതായത് പേഷ്യൻസ് തിരികെ വരാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. അതിനുവേണ്ടി ഡിഫറെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഹോസ്പിറ്റലിൽ കണ്ടക്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെ? കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് വഴി തന്നെ പേഷ്യൻസിന് വിവരം അറിയിക്കുകയും അവർ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ റിവാർഡ് പേഷ്യന്റ് ലോയലിറ്റി. റിവാർഡ് പേഷ്യന്റ് ലോയലിറ്റി. പേഷ്യൻസിന്റെ വിശ്വസ്തയ്ക്കും റിവാർഡ് നൽകുക അല്ലെ? പേഷ്യൻസിന്റെ ലോയലിറ്റിക്ക് നമ്മളൊരു റിവാർഡ് കൊടുക്കേണ്ടതാണ്. അതുവഴി എന്താണ്? പേഷ്യന്റ് റൊട്ടേഷൻ നമുക്ക് നിർത്താൻ സാധിക്കും. പിന്നെ പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്. പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്. ഒരു സാമൂഹ്യ അംഗീകാരം റിവാർഡ്സ് നൽകുക അല്ലെ? ഒരു സാമൂഹ്യ അംഗീകാരം, ഒരു സൊസൈറ്റിയിൽ ഒരു അംഗീകാരം അവർക്ക് കൊടുക്കുന്നത് വഴി അവർക്ക് എന്താണ് നല്ലൊരു എക്സ്പീരിയൻസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ലിസൺ ടു ദ വോയിസ് ഓഫ് പേഷ്യൻസ്. എന്താണ് ലിസൺ ടു ദ വോയിസ് ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത്? ലിസൺ ടു ദ വോയിസ് ഓഫ് പേഷ്യൻസ്. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുക അല്ലെ? അവരെ ലിസൺ ചെയ്യുക. പേഷ്യൻസ് എന്താണ് പറയാനുള്ളത്, അവരുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ ലിസൺ ചെയ്യുക. റിസോൾവ് ഇഷ്യൂ ഓഫ് പേഷ്യൻസ്. റിസോൾവ് ഇഷ്യൂ ഓഫ് പേഴ്സൺ. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുക അല്ലെ? എന്താണ് പ്രശ്നം എന്ന് കേട്ടറിഞ്ഞ് അത് എന്താണെന്നുള്ളത് നമ്മൾ സോൾവ് ചെയ്യുക. നമ്മളിപ്പോ എന്താ പറഞ്ഞത്? പേഷ്യൻസിനെ നിലനിർത്താവുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അല്ലെ? ഇംപ്ലിമെന്റ് ചെയ്യുന്ന എന്തൊക്കെ തന്ത്രങ്ങളാണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? എന്തൊക്കെയാണ്? ഒന്ന്, റിട്ടൈൻ എക്സിസ്റ്റിംഗ് പേഷ്യൻസ്. നിലവിലുള്ള പേഷ്യൻസിനെ നമ്മൾ പുനഃസ്ഥാപിക്കുക. അതോടൊപ്പം തന്നെ എന്താണ്? വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ്. തിരിച്ചുപോയ പേഷ്യൻസ് നമ്മൾ തിരികെ കൊണ്ടുവരാൻ, നഷ്ടപ്പെട്ട പേഷ്യൻസിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവീസുകൾ കണ്ടക്ട് ചെയ്യുക. ദെൻ സർവീസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആസ് പേഷ്യൻസ് ബൈ ദ ലെഫ്റ്റ്. എന്തുകൊണ്ടാണ് പേഷ്യൻസ് അതിൽ നിന്ന് ലെഫ്റ്റ് ആയി, ഹോസ്പിറ്റലിൽ നിന്ന് ലെഫ്റ്റ് ആയതിന്റെ കാരണം എന്താണെന്ന് ആ സർവേയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നെ ബിൽഡ് എ സോഷ്യൽ കമ്മ്യൂണിറ്റി. ബിൽഡ് എ സോഷ്യൽ കമ്മ്യൂണിറ്റി. സോഷ്യൽ കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യുക.
ഇൻസെന്റീവ്സ് ദേ ആർ റിട്ടേൺ. എന്താണ്? പേഷ്യൻസിനെ തിരികെ കൊണ്ടുവരുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ റിവാർഡ് പേഷ്യന്റ് ലോയൽറ്റി. പേഷ്യൻസിന്റെ ലോയൽറ്റി നമ്മൾ എന്താണ്, പേഷ്യൻസിന്റെ വിശ്വസ്തയ്ക്ക് നമ്മൾ ഒരു റിവാർഡ് നൽകുക. പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്, സാമൂഹികമായിട്ടൊരു അംഗീകാരം റിവാർഡ്സ് കൊടുക്കുക. പിന്നെ എന്താണ്, പേഷ്യൻസിന്റെ വോയ്സ് അല്ലെങ്കിൽ അവരെ കേൾക്കുക, അവരുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ കേൾക്കുക, അവരുടെ പരിഹാരങ്ങൾ ചെയ്യുക. അതുവഴി നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്ന പക്ഷെ തന്ത്രങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. What can hospitals do to update patient retention? What can hospitals do to update patient retention? പേഷ്യൻസിനെ നിലനിർത്താനായിട്ട് ഹോസ്പിറ്റൽ എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്? Generate a comfortable and living atmosphere in the hospital. This one എന്താ ചെയ്യുന്നത്? Generate a comfortable and living comfortable and inviting atmosphere in the hospital. നല്ലൊരു കംഫർട്ടബിൾ ആയ ഒരു അന്തരീക്ഷം നിലനിർത്തുന്നത് വഴി നമുക്ക് പേഷ്യൻസിനെ നിലനിർത്താനായിട്ട് സാധിക്കുന്നു. Generate comfortable and inviting atmosphere in the hospital. പിന്നെന്താ? Intimate the patients in advice about the treatment procedure. Intimate the patient in advice about the treatment procedure. അതായത് എന്താണ്, അവരുടെ ചികിത്സാ നടപടികളെ കുറിച്ചിട്ട് രോഗികൾക്ക് അഡ്വൈസ് കൊടുക്കുക. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ്, അപ്പൊ ഇന്ന അസുഖങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നത് വഴി നമുക്ക് പേഷ്യൻസ് അപ്പൊ അത് നല്ലതായിരിക്കും, ഡോക്ടർ പറയുന്നത് നല്ലതായിരിക്കും, അതൊക്കെ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തും അല്ലെ. അഡ്വൈസുകൾ കൊടുക്കുന്നത് വഴി ട്രീറ്റ്മെന്റ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പേഷ്യൻസ് എന്താണ്, ചെയ്യുകയാണെങ്കിൽ എന്നെ അത് മാറുമായിരിക്കും അല്ലെ, ഞാൻ ബെറ്റർ ആവും എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ പേഷ്യൻസ് അവിടെ നിൽക്കും അല്ലെ. പിന്നെ then excel patients expectations and provide the best treatment. Excel patient expectations and provide the best treatment. അതായത് പേഷ്യൻസ് പ്രതീക്ഷിക്കുന്ന അത്രയും തന്നെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് തന്നെ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, പേഷ്യൻസ് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ തുടരുന്നതായിരിക്കും. ഓക്കെ, excel patients expectations and provide best treatment. അതായത് എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ട് പേഷ്യൻസിന് എന്താണ്, നല്ല ട്രീറ്റ്മെന്റ് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കണം. പിന്നെ കണ്ടക്ട് ഫോളോ അപ്പ് സർവേ ആഫ്റ്റർ ദ വിസിറ്റ്. കണ്ടക്ട് ഫോളോ അപ്പ് സർവേ ആഫ്റ്റർ ദ വിസിറ്റ്. ഓരോ വിസിറ്റ് കഴിയുന്ന സമയത്ത് എന്താണ്, ഒരു ഫോളോ അപ്പ് സർവേയും കൂടി കണ്ടക്ട് ചെയ്യേണ്ടതാണ് അല്ലെ. ഫോളോ അപ്പിന് ശേഷവും ഒരു ഫോളോ അപ്പ് സർവീസ് കൂടി കണ്ടക്ട് ചെയ്യുക. Then instruct and inform the patients. Instruct and informs the patients. എന്താണ്, രോഗിയെ വ്യക്തമായിട്ട് അറിയുക അല്ലെ. ഇൻസ്ട്രക്ട് ചെയ്യാൻ അവരെ അറിയുക, അവർക്ക് വേണ്ടിയിട്ട് ഇൻഫോർമേഷൻസ് കൊടുക്കുക, രോഗിയെ അറിയുകയും ഉപദേശിക്കുകയും ചെയ്യുക. ഓക്കെ, ഇൻസ്ട്രക്ട് ആൻഡ് ഇൻഫോം ദ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രോഗിയെ അറിയുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ, നമുക്കൊരു പരിധി വരെ പേഷ്യൻസിനെ അവിടെ ആ ഹോസ്പിറ്റലിൽ നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അവർക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ്, intimate the patients in advice about the treatment procedure. അവരുടെ ചികിത്സാ നടപടിക്രമങ്ങളെ കുറിച്ച് രോഗികൾക്ക് അഡ്വൈസ് നൽകുക. Then
then excel plan patients expectations and provide the best treatment. ഇതാണ് ആ പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമുക്ക് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കണം. പിന്നെന്താ, ഒരു ആഫ്റ്റർ ഓരോ വിസിറ്റ്സിന് ശേഷം ഒരു ഒരു ഫോളോ അപ്പ് സർവേ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ഇൻസ്ട്രക്ട് ആൻഡ് ഇൻഫോം ദ പേഷ്യൻസ്, രോഗിയെ അറിയുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ പറയുകയും കൊടുക്കുകയും ചെയ്യുക. അതുവഴി നമുക്ക് നല്ല രീതിയിൽ പേഷ്യൻസിനെ നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, മനസ്സിലായോ അത്? ഓക്കെ, നമ്മുടെ 5 റീസൺസ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 5 റീസൺസ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ പഠിച്ചത് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിനുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, പ്രാധാന്യം എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നതിനുള്ള കാരണങ്ങൾ, 5 റീസൺസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലെ. റീസൺ വൈ ഷുഡ് മെഷർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്, പേഷ്യന്റ് നല്ല ടോപ്പ് കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്താണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. അതാണ് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. പിന്നെ ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ പെർഫോമൻസ് അളക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ആംഗ്രി പേഷ്യൻസിനെ, വെയ്റ്റഡ് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പേഷ്യന്റ് റെൻഡേഷൻ പേഷ്യൻസിനെ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ இந்த പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യുന്നതിന് 5 റീസൺസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? 5 റീസൺസും 5 റീസൺസിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഹോസ്പിറ്റൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഒരു ഹോസ്പിറ്റൽ അത് ഏതൊക്കെ രീതിയിൽ അതിനെ ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെ സർവീസസ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ്, 3 രീതിയിലാണ് നമ്മൾ ഓരോ കാരണങ്ങളും പഠിച്ചത്. ഓക്കെ, യെസ്, നമുക്ക് ഇതുകൂടി നോക്കാം. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ സ്വാധീനിക്കുന്നത്? Patient satisfaction often relates to the expectation that a patient has of the care team, treatment plans, effective communication between patient and providers, wait times, and the facility environment and culture. That are factors. The first factor is expectations that a patient has of the care team. Patient satisfaction ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? രോഗികൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, തനിക്ക് നല്ല കെയർ ആണ് ലഭിക്കുന്നത് എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും. അത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ് അല്ലെ. അവർ പ്രതീക്ഷിക്കുകയാണ് തനിക്ക് നല്ല ട്രീറ്റ്മെന്റ് ലഭിക്കും, നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യും, ഇൻഡിവിജ്വൽ അറ്റൻഷൻ എനിക്ക് തരും എന്ന് ഓരോ പേഷ്യൻസും ആഗ്രഹിക്കും. അത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ഫസ്റ്റ് ഫാക്ടർ ആയിട്ട്, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ട്രീറ്റ്മെന്റ് പ്ലാൻസ്. പ്ലാൻസ് എന്താണ്? ട്രീറ്റ്മെന്റ് പ്ലാൻസ് പറയുമ്പോൾ പേഷ്യന്റ് വന്ന് എൻട്രി ചെയ്യുന്ന സമയത്ത് എന്ത് പറയുന്നു? പേഷ്യന്റിനെ നോക്കിയിട്ട് അഡ്മിഷൻ ആണോ അല്ലെങ്കിൽ തിരിച്ചു പോകാമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് തന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അല്ലെ. കൃത്യമായി വളരെ എഫിഷ്യന്റ് ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. യെസ്, അപ്പൊ പേഷ്യൻസ് എന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്. അല്ലാതെ വരുന്ന ദിവസം ഡോക്ടർ ജസ്റ്റ് നോക്കി ഒന്ന് പറഞ്ഞു വിട്ടു, എന്താണ് കാരണമൊന്നും നമുക്ക് മനസ്സിലായില്ല, അവര് കൃത്യമായിട്ട് പറഞ്ഞു തന്നില്ല. അപ്പൊ എന്താണ്, നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റ് എടുത്താണോ നമുക്ക് അറിയാൻ പറ്റില്ല, അപ്പൊ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല. ട്രീറ്റ്മെന്റ് പ്ലാൻസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ബാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുള്ള നമ്മൾ അതെന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്യും. യെസ്, പിന്നെന്താ? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യൻസ് ആൻഡ് പ്രൊവൈഡേഴ്സ്. പിന്നെ എന്തുണ്ടായിരിക്കണം? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് ഇമ്പോർട്ടന്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഫാക്ടർ ആണത് കമ്മ്യൂണിക്കേഷൻ. ആരൊക്കെ തമ്മിൽ? കെയർ പ്രൊവൈഡേഴ്സ് പേഷ്യൻസും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. അവരിൽ നിന്നാണ് നമുക്ക് പല കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. വെയിറ്റിംഗ് ടൈംസ് ഉണ്ടാവും. വെയിറ്റിംഗ് ടൈംസ്
കാത്തിരിപ്പ് സമയങ്ങൾ അല്ലെ, അപ്പോയിന്റ്മെന്റ് ഡിലേ ഒന്നും ആവാൻ പാടില്ല. ടൈമിൽ തന്നെ അവർ പറയുന്ന ടൈമിൽ തന്നെ നമുക്ക് പേഷ്യന്റിന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവും. ഓക്കെ, ഒരുപാട് സമയം ഡിലേ വരാതെ നോക്കണം. പിന്നെ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. എന്താണ് ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ, ഫെസിലിറ്റി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് പേഷ്യൻസിന് പരിചരിക്കുന്ന പ്രൊവൈഡേഴ്സ് കൊടുക്കുന്ന ആ ഒരു എൻവയോൺമെന്റ്, അതായത് ഡോക്ടേഴ്സ്, നഴ്സുമാര്, മറ്റ് സ്റ്റാഫുകൾ എന്നിവർ കൊടുക്കുന്ന ആ ഒരു എൻവയോൺമെന്റ്, അത് രോഗിക്ക് കൊടുക്കുന്ന ആ ഒരു പരിചരണത്തിന്റെ ആ ഒരു ചുറ്റുപാട് എങ്ങനെയാണുള്ളതാണെന്നാണ് ആശ്രയിക്കുന്നത് കേട്ടോ. അതായത് നഴ്സ്, ഡോക്ടർ, അതർ സ്റ്റാഫുകളൊക്കെ പേഷ്യൻസിനോട് പെരുമാറുന്നത് എങ്ങനെയാണ്, അതാണ് അവിടെ ഫെസിലിറ്റി എൻവയോൺമെന്റ് എന്ന രീതിയിൽ സൂക്ഷിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഡോക്ടർമാരും ഫിസിഷ്യനൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻസ് ഹാപ്പി ആയിരിക്കും, അവരെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, എന്തൊക്കെയാണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? എക്സ്പെക്ടേഷൻ ദാറ്റ് പേഷ്യന്റ് ഹാസ് ഓഫ് ദ കെയർ ടീം. അവരുടെ എക്സ്പെക്ടേഷൻ എന്താണ്? രോഗികൾക്ക് നല്ലൊരു കെയർ ടീമിൽ നിന്ന് നല്ലൊരു പരിചരണം കിട്ടുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത്. അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാൻസിനെ കുറിച്ച് എന്തൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു എന്ന് തരുന്നു എന്ന് ഡോക്ടർമാര് ട്രീറ്റ്മെന്റ് പ്ലാൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. പിന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യൻസ് ആൻഡ് പ്രൊവൈഡേഴ്സ്. പേഷ്യൻസ് പ്രൊവൈഡേഴ്സും തമ്മിൽ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. വെയിറ്റിംഗ് ടൈംസ്, അതായത് പേഷ്യൻസിന് ഡിലേ വരാതെ, അപ്പോയിന്റ്മെന്റ്സിലൊന്നും ഡിലേ വരാതെ എത്രയും വേണ്ട ഡോക്ടറെ കണ്ട് ഡയഗ്നോസിസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. പിന്നെ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ, അതായത് രോഗിയെ പരിചരിക്കുന്ന ഡോക്ടേഴ്സും മറ്റ് നഴ്സ് സ്റ്റാഫുകളൊക്കെ പേഷ്യൻസിനോട് എങ്ങനെ ബിഹേവ് ചെയ്ത് എങ്ങനെ പെരുമാറുന്നതും എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ അത്? ഇനിയുള്ള കുറച്ച് ഏരിയാസ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഇനിയുള്ള ഭാഗങ്ങള് ഫസ്റ്റ് ഒരു കുറച്ച് കുഴപ്പമില്ല, പിന്നെ അങ്ങോട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇച്ചിരി ഡ്രൈ ഏരിയ ആണ്. ഇനി വരുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ്. സർവേക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. റീസൺസ് എന്താണ്, അതിന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അവിടെ വരെ നമ്മൾ പഠിച്ചു. ഇനി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ് വരുന്നത്. Patient satisfaction survey can self-reported patient evaluation of multiple touch points in the course of their medical care experience. നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത് എപ്പോഴാണ്? അവരുടെ ആ ഒരു പീരീഡിലാണ് അല്ലെ, ആ ഒരു അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു പീരീഡിലാണ്. അതായത് അവർക്ക് സ്വയം വിലയിരുത്തുന്ന ഒരു സർവേ, പേഷ്യൻസ് ഓരോരുത്തരും അവർ സ്വയം വിലയിരുത്തുന്ന ഒരു സർവേ ആണ്, സെൽഫ് റിപ്പോർട്ടഡ് സർവേ ആണ്, സെൽഫ് റിപ്പോർട്ടഡ് ഇവാലുവേഷൻ ആണ് എന്ത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞത്. ഓരോ ക്വസ്റ്റ്യൻസും ആരാണ് ഇവാലുവേറ്റ് ചെയ്ത് ആൻസർ ചെയ്യുന്നത്? പേഷ്യൻസ് ആണ് അല്ലെ. അവർക്ക് എന്തൊക്കെ നല്ല മെഡിക്കൽ കെയർ എക്സ്പീരിയൻസ് ലഭിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് അവര് പേഷ്യന്റ് സർവേസിൽ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുന്നത്. Depending on what aspects of patient satisfaction is being calculated, examples may include responsiveness of staff, clinician communication, technical skills, and hospital environment. So, ഈ സർവേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എക്സാമ്പിൾസ് പറയുന്നത് എന്തൊക്കെയാണ്? റെസ്പോൺസിബിലിനെസ് ഓഫ് സ്റ്റാഫ്, സ്റ്റാഫുടെ റെസ്പോൺസ് എങ്ങനെയാണ്, ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയായിരുന്നു, ടെക്നിക്കൽ സ്കിൽസുകൾ നല്ല രീതിയിലാണോ, ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് നല്ല രീതിയിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ നിന്നും വരുന്ന കുറെ ഭാഗങ്ങളായിരിക്കും ആ സർവേയിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ക്ലിനീഷ്യൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നഴ്സിംഗ് സ്റ്റാഫുകൾ അവരുമായിട്ട് തമ്മിലുള്ള നഴ്സിംഗ് സ്റ്റാഫ് ടെക്നീഷ്യൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ, ക്ലിനിഷ്യൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത്രയും കാര്യങ്ങളാണ് സർവേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക കേട്ടോ, അത് അണ്ടർലൈൻ ചെയ്തിട്ട്
പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി patient satisfaction survey can be generated and issued in house, but many hospitals depend on the third party providers with experience in developing, administrating and explaining statistically valid patient satisfaction surveys. Satisfaction survey നമുക്ക് വീട്ടിൽ നിന്നും കൊണ്ടുപോയി ചെയ്യാൻ സാധിക്കും. ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യണമെന്നില്ലാതെ വീട്ടിൽ പോയിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ചില ഹോസ്പിറ്റലിൽ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഏജൻസിനെ ഏജന്റിനേക്ക് ഏൽപ്പിക്കും. ചില ഹോസ്പിറ്റലായാലും അവരുടെ സർവേ കണ്ടക്ട് ചെയ്യാനായിട്ട് മറ്റു സ്റ്റാഫുകളെ അല്ലെങ്കിൽ മറ്റേ ഏജൻസിനേക്ക് ഏൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇനി അത് മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിനിങ് സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. വേറൊരു രീതിയിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യാം. എങ്ങനെയാണ്? അതായത് സ്ഥിതി വിവര കണക്കുകളൊക്കെ പരിശോധിച്ചുകൊണ്ട് അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേസ് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് അവിടെ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിനെ നമുക്ക് നേരിട്ട് സർവേ ചെയ്യാനായിട്ട് സാധിക്കും. 3 രീതിയിൽ നടത്താം. ഒന്ന് പേഷ്യൻസിന് ഹോസ്പിറ്റലിനകത്ത് വെച്ച് തന്നെ നടത്താൻ സാധിക്കും. പിന്നെ എന്താണ്, ഒന്നിലും വീട്ടിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ഏജന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടിട്ട് അവർ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സ്ഥിതി വിവര കണക്കുകളൊക്കെ നോക്കിയിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ അവർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ വ്യൂ പോയിന്റ് ഒക്കെ നോക്കിയിട്ട് എന്താണ് നമുക്ക് പേഷ്യൻസിന്റെ സർവേ നടത്താനായിട്ട് സാധിക്കും. 3-4 രീതിയിലൊക്കെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി patient satisfaction survey is a set of questions used to gather feedback from patients to scale their satisfaction with the quality and care of the healthcare service provider. സർവേ എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ അല്ലെ. അതായത് പേഷ്യൻസിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടുന്ന തരത്തിലുള്ള എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ? ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും, ഒബ്ജക്റ്റീവ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്? ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കോ? ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കുള്ളൂ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒക്കെ ചോദ്യങ്ങളായിരിക്കുള്ളൂ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ ഉൾപ്പെടുന്നത് അല്ലെ. അതായത് ഹോസ്പിറ്റലിലെ ക്വാളിറ്റി കെയറിനെ കുറിച്ച്, കെയർ പ്രൊവൈഡേഴ്സിനെ കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സർവേയുടെ ഉള്ളില് ക്വസ്റ്റ്യൻസ് ആയിട്ട് വളരെ ഒബ്ജക്റ്റീവ് ടൈപ്പിലായിരിക്കും ഇവർ ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, യെസ്. Patient satisfaction survey questionnaire helps evaluate basic metrics across the patient care that help medical institution is asserting the level of care extended and it falls in services. So in satisfaction survey questionnaires എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു? അതായത് ലോകിക്ക് കിട്ടുന്ന കെയർ എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. രോഗികൾക്ക് പരിചരണത്തിലുടനീളം എത്രത്തോളം കെയർ ലഭിച്ചിട്ടുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് പരിചരണത്തിന്റെ നിലവാരം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന് നല്ല പരിചരണം കൊടുക്കുന്നുണ്ട്, അതിന്റെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് നിർണ്ണയിക്കുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് അതായത് ലെവൽ ഓഫ് കെയർ, പിന്നെന്താണ് എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും നമുക്ക് ഈ സർവേ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ അറിയാൻ സാധിക്കും. ഓക്കെ, എക്സ്റ്റെൻഡ് ലെവൽ ഓഫ് കെയർ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് അതിൽ ഉൾപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരും കേട്ടോ. നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, പിന്നീട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.